ഹലോ എവരിവൺ. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ക്രിസ്റ്റിയാണ്. ഇപ്പോൾ സ്കൈഹോക്ക് വഴി ജർമ്മനിയിൽ ഹൗസ് ബിൽഡിങ്ങിന് പ്ലേസ്ഡ് ആയ സ്റ്റുഡൻ്റ് ആണ്. അപ്പം നമുക്ക് എന്തായാലും ക്രിസ്റ്റിയുടെ വിശേഷങ്ങൾ അറിയാം. അപ്പോൾ എന്തായാലും ഡ്രീം അച്ചീവ് ചെയ്തു, ജർമ്മനിയിൽ എത്തി. അപ്പോൾ എന്താണ് ഈ ഒരു നിമിഷം തോന്നുന്നത്? ഭയങ്കര ഹാപ്പിയാണ്. കുഞ്ഞാത്തുള്ളൊരു ആഗ്രഹമായിരുന്നു ഇതുപോലെ ആസ് യൂഷ്വൽ എല്ലാ പിള്ളേരെയും പോലെ തന്നെ പുറത്തുപോയി പഠിക്കണമെന്നുള്ളത്. പക്ഷേ എന്തുകൊണ്ട് ജർമ്മനി ചൂസ് ചെയ്തെന്ന് വെച്ചാൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. തന്നെയല്ല നമ്മൾ കമ്പാരിറ്റീവ്ലി ഇന്ത്യയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നാട്ടിൽ പഠിക്കണമെങ്കിൽ തന്നെ നാട്ടിൽ പഠിച്ചിട്ടൊന്ന് പുറത്ത് പോകണമെങ്കിൽ തന്നെ വെയിറ്റ് ചെയ്യണം. തന്നെയല്ല പുറത്ത് പോകാൻ ഭയങ്കര പാടുള്ള കാര്യമാണ്. അപ്പോൾ ജർമ്മനി എന്തുകൊണ്ട് ചൂസ് ചെയ്താൽ അതൊരു ബെറ്റർ ഓപ്ഷൻ ആണ്. ഇത്രയും ടഫ് ആയിട്ടില്ല കമ്പാരിറ്റീവ്ലി ഇന്ത്യൻ വെച്ച് നോക്കുവാണെങ്കിൽ. അതെ, നഴ്സിംഗ്. എനിക്ക് മെഡിക്കൽ ഫീൽഡിനോടാണ് താല്പര്യം. അപ്പോഴെങ്കിൽ ഞാൻ അങ്ങനെ നഴ്സിംഗ് ചൂസ് ചെയ്ത്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇവിടെ ഏകദേശം സമ്മർ ആയിട്ടുണ്ട്, അപ്പോഴാണ് ഇവിടെ എത്തിയത്. അപ്പോൾ എത്തിയപ്പോഴത്തേക്ക് എന്താണ് നമ്മൾ എന്തായാലും നാട്ടിൽ നിൽക്കുമ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട് ജർമ്മനി ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ എത്തിക്കഴിഞ്ഞപ്പോഴും എന്താണ് തോന്നുന്നത്? എത്തിക്കഴിഞ്ഞപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു തോന്നിയത്. പിന്നെ എല്ലാവരും ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാണ്ട്. ഓക്കെ. അല്ലാതെ പൊതുവെ ഇവിടുത്തെ പ്രകൃതി മനോഹാരിതയെ കുറിച്ച്, പ്രകൃതിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ വന്ന സമയത്തൊക്കെ ഭയങ്കര വിന്ററും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ സമ്മർ തുടങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് ആ സമയത്ത് വിന്റർ ടൈമിലൊക്കെ കുറച്ച് ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി നടക്കാനും ചില്ലിയാനൊക്കെ പറ്റുന്നുണ്ട്. വന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? മീൻസ് ഇപ്പോൾ പേരൻസിനെ മിസ് ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലും ഹോം സിക്നെസ്? അതും ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരോടും വന്നപ്പോഴത്തേക്ക് അതങ്ങ് ടാലിയായി പോയി, കുഴപ്പമൊന്നുമില്ല. കാരണം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ കൂടുതലും മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടായിരുന്നു സ്റ്റുഡൻസ് ഒക്കെ പുറത്ത് പോകുന്നത്. ഇപ്പോഴാണ് ഈ +2 കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഒന്നാമതൊരു ചെറു പ്രായമായതുകൊണ്ട് പെട്ടെന്ന് വീട്ടിൽ നിന്നൊക്കെ മാറുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ. പിന്നെ അടുത്ത വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ്. ജർമ്മൻ ലാംഗ്വേജ് ആണ് ജർമ്മനി എന്ന് പറഞ്ഞാൽ ഏറ്റവും മെയിൻ. നാട്ടില് അത്രയ്ക്കും സ്റ്റുഡൻസ് ഇപ്പോൾ പഠിക്കുന്നുണ്ട്, പഠിച്ചിറങ്ങി നിൽക്കുന്നവരുണ്ട്, ഒരുപാട് പേര് വരാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമ്മളെ കാൻഡിഡേറ്റ്സിൻ്റെ അടുത്ത് എന്താണ് പറയാനുള്ളത്? ഓഫ് കോഴ്സ് എനിക്ക് പറയാനുള്ളത് ലാംഗ്വേജ് നന്നായിട്ട് പഠിച്ചിട്ട് വരാം. അത് എസ്പെഷ്യലി ഹ്യോറിനും സ്പ്രെഹനും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അല്ലാണ്ട് ഇങ്ങോട്ട് കയറി വരാൻ പറ്റത്തില്ല. നമ്മൾ നാട്ടിൽ വിചാരിക്കും എല്ലാവരും പറയുന്ന പോലെ കുഴപ്പമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടിയും പോകുമെന്ന്. പക്ഷേ ബീറ്റ് കിട്ടിയ ഫുൾ മുട്ടിലുള്ളവർക്ക് പോലും അത് ഗ്രാസ്പ് ചെയ്യാനും ഒക്കെ പവർ കുറവാണ്. അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയുന്നത്, ഒരു C2 ലെവലാണ് ഇവിടെ ഉള്ളത് തന്നെ. അതുകൊണ്ട് അത്രയും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് അത്രമാത്രം പോസിബിൾ ഇങ്ങനെ എടുത്താലും തന്നെ നമുക്ക് അത്ര നന്നായിട്ട് പഠിക്കാൻ പോലെയല്ല. പണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഒരു എംപ്ലോയറിന്റെ ഒക്കെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് പാസ് ആവുന്നുണ്ട്. പക്ഷെ ഇപ്പൊ പല സ്റ്റുഡൻസും നാട്ടിൽ കോഡൊക്കെ വെച്ചിട്ടാണ് പാസ് ആവുന്നത്. അതുകൊണ്ട് അങ്ങനെ തന്നെ ഒരുപാട് പേര് ഫുൾ മോഡ്യൂൾ ആയെന്ന് പറയാന്നുള്ളതല്ലാതെ അവർക്കൊരു ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു രീതിയിലും പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്റ്റുഡൻസ് വിചാരിക്കുന്നത് നമുക്ക് ഫുൾ മോഡ്യൂൾ ഉണ്ടല്ലോ, അപ്പോൾ എന്തായാലും ഇവിടെ എത്താൻ പറ്റും, ജീവിതം സേഫായി കഴിഞ്ഞെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ലാംഗ്വേജ് നല്ലോണം പഠിച്ചിട്ട് വന്നാൽ ജർമ്മനിയിൽ ഇതുപോലെ എത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി വേറെ എവിടെ അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ എന്താണ് ഇനി ഭാവി പരിപാടികൾ? ഇനി നഴ്സിങ്ങിന് കയറി ഇനി ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് താല്പര്യം. പിന്നെ ബാക്കിയെല്ലാം ഇപ്പോ സ്കൈഹോക്കിൽ നമുക്ക് പ്രോസസ്സിന് തന്നു ചിലപ്പോൾ കുറച്ച് നാളെടുത്ത് കാണുമായിരിക്കാം. അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റിൽ തോന്നി ഉമാർക്ക് കൊടുക്കണ്ടായിരുന്നു? ഇല്ല, എനിക്ക് ഇതുവരെ ഒരു റിഗ്രറ്റ് ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എസ്പെഷ്യലി ഞാൻ ഇവിടെ ലാൻഡ് ചെയ്തപ്പോൾ തന്നെ ഇപ്പോൾ അർജുൻ ചേട്ടനായാലും ശരൺ ചേട്ടനായാലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഒരു 24/7 സർവീസ് ആയിരുന്നു. നിങ്ങൾ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ക്ലാസ്സിന് പോയാലും ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റും. ഒരു ഫോർമാലിറ്റി ഉണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. എല്ലാം കൊണ്ടും എനിക്ക്. അതുപോലെ തന്നെ നമ്മളെ സർവീസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ക്രിസ്റ്റിക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് തോന്നിയിട്ടുണ്ടായിരുന്നു, ഇന്ന കാര്യം ചെയ്യേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ന കാര്യം കൂടെ ചെയ്തു തന്നിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു എന്ന് നമ്മളെ ഒരു കൺസൾട്ടൻസിക്ക് ഒരു അഡ്വൈസ് തരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടോ? പേഴ്സണലി ഇപ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഞാനും ഇവിടെ തന്നെയാണ് ഉള്ളത്. നമ്മള് തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയത്. അപ്പൊ എന്തായാലും നമ്മൾ ഇനി ഒരുപാട് വർഷങ്ങൾ കാണും. നിങ്ങളെ ജീവിതത്തിലാണെങ്കിൽ എന്ത് ഹെൽപ്പിനായിരിക്കും നമ്മളുണ്ടായിരിക്കും. അപ്പൊ എന്തായാലും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. വിചാരിച്ച പോലെ ഒരു നല്ല നേഴ്സായിട്ട് എന്തായാലും എല്ലാ ഡ്രീംസും അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.